പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കാർഷിക മേഖലയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഈ വീഡിയോ വിരുന്നൊരുക്കും. നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു പ്രത്യേക ഐറ്റം ചേമ്പ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ആൾക്കാർ കരുതുന്നത് അത് സാധാ ചേമ്പല്ല. സാധാ ചേമ്പല്ല, ചില പ്രത്യേകതകളല്ല. പക്ഷെ ഇത് കഴിക്കാൻ പറ്റില്ല. അതിന്റെ കിഴങ്ങ് കഴിക്കാം. പക്ഷെ ഏതാ തണ്ട് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ ചൊറിച്ചിൽ ഇതൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ചില മേജർ വിഷയങ്ങൾ വരും. അപ്പൊ ഇതിന്റെ അടി കണ്ടില്ലേ? ഇത്ര ഇതിന്റെ തണ്ടാണത് ആ കാണുന്നത്. ഇത് കണ്ടില്ലേ? ശരിയാണ്. ഇത്ര വലിപ്പമുള്ള തണ്ട്. അല്ല, ഈ കാണുന്ന എന്താണ്? അതിന്റെ ഒരു കണ്ടം. അതാണ് കഴിക്കുക. എന്താ പറയാ, നമ്മള് ചേമ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം മണ്ണിന്റെ അടിയിലുള്ള അല്ലേ? പക്ഷെ ഇത് സാധാ നോർമലി കൊണ്ട് കഴിക്കാൻ പറ്റില്ല. അത് കട്ട് കളിയാ. കട്ട് എന്ന് പറഞ്ഞാൽ ഈ പഴയ കാലത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിഷം. അതിന്റെ വിഷം ഒഴിവാക്കുക. ഈ വിഷം ഒഴിവാക്കുക എന്താ ചെയ്യുക? പുഴുങ്ങിയിട്ട് ആ വെള്ളം കളയണം. എന്നിട്ട് പിന്നെ ഉപയോഗിച്ചത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ചേമ്പ് കണ്ടിട്ട് ഇതിന്റെ എല്ലാ സാധാരണ ചേമ്പുകൾ തണ്ടൊക്കെ നല്ല എന്താ പറയുക പോഷകാരമുള്ളോ അതെന്ന് കരുതിയാണ് ഇത് ചെയ്താൽ പണി പാടും. ഓക്കെ ഓക്കെ, തണ്ട് കഴിക്കുക. പക്ഷെ കഴിക്കണമെങ്കിൽ അതിൻ്റെ അതെ ഓക്കെ അതാ ഈ സംഭവം. ഇത് വേറെ ഒന്നുമില്ല കേട്ടോ, ഇത് ചേമ്പാണ്. പക്ഷെ അതിന്റെ കട്ട് കളയണം. അതിന്റെ വിഷം കളഞ്ഞിട്ടൊക്കെ വേണം കഴിക്കാനല്ലേ. ഞാവക ഒരു സൈഡില് പാഷൻ ഫ്രൂട്ടും ഒരു സൈഡില് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് ഡ്രാഗൺ ഏറ്റവും നല്ലതാണ്. ചുവന്ന ഐറ്റം. അപ്പോൾ ഡ്രാഗൺ പല ഐറ്റംസ് ഉണ്ട്. ഡ്രാഗൺ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഷോപ്പിനാണ് മാർക്കറ്റ് കൂടുതൽ. അതെ. നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കഴിക്കാനുള്ള സമയമല്ല. കായ്ക്കുന്നുണ്ട്. കഴിച്ചിട്ടുണ്ട്. അത് കടച്ചക്കല്ലേ നമ്മളെ കടച്ചക്ക. ഈ കടച്ചക്കൊക്കെ ഇപ്പോൾ ഭയങ്കര മാർക്കറ്റാണ്. പഴയ കാലങ്ങളിൽ അത് വല്ലാതെ ആൾക്കാർക്ക് വേണ്ടിയിരുന്നു. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കാണാൻ ഇതുകൊണ്ട് പലതും അലുവ ഇതൊക്കെ ചെയ്യാലോ. അതെ. ഈ കപ്പൊക്കെ എന്താ പ്രത്യേകത? ഈ കപ്പൊക്കെ ഇതുപോലെ ഇവിടെ മുമ്പ് വെച്ചിരുന്നത് കഞ്ചാവ് ചെടി എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പച്ചപ്പ്, നല്ല കളറ്, നല്ല വളർച്ച. ഇതിന് 4 മാസം കഴിഞ്ഞാൽ പറിക്കണം. വളരെ മൂപ്പ് കുറയണം. മൂപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ കയ്പും വലിപ്പം ഉണ്ടാവും. ഓക്കെ. അപ്പൊ 4 മാസമായാലും പൊട്ടിച്ച് കഴിക്കണം. 4 മാസം 5 മാസത്തിനുള്ളിൽ അതിൽ മൂപ്പ് കൂടി കഴിഞ്ഞ് കഴിക്കും. മൂപ്പ് കൂടി കഴിഞ്ഞാൽ കയ്പാവും. പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ. സപ്പോർട്ട് ചെറിയ ഐറ്റംസ് അല്ല, വലിയ ഐറ്റം അല്ലേ? ഇതെന്താണ്? ക്രിക്കറ്റ് ബോൾ. അങ്ങനെ ഒരു പേരുണ്ട് അല്ലേ? അതായത് ക്രിക്കറ്റ് ബോളിന്റെ അതേമാതിരി റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട്. ഓക്കെ. കുഞ്ഞാക്ക, ഇവിടെ സാധാരണ അല്ലാത്തൊരു വാഴ കാണുന്നുണ്ട്. ഇതിനൊരു എന്തോ ഇത് കല്ലുവാഴ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ നമ്മളെ നാട്ടുപ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. കല്ലുവാഴ മൂത്രക്കല്ലിന്റെ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇതിനൊരു സിദ്ധ ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിന്റെ ആ പോള അതാ കാണുന്നത്. അതിന്റെ ഉള്ളിലായിരിക്കും ഇതിന്റെ കായ്. ഇതിന് പഴം കാണൂല. അങ്ങനെ അതിനെ ആവരണം ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ടാണ് അത് അങ്ങനെ കാണുന്നത്. ഇപ്പൊ ഇങ്ങനെ കാഴ്ചക്ക് ഒന്നുമില്ല. അതെ. അങ്ങനെ അത് കവർ ചെയ്താണ് നിൽക്കുന്നത്. ഒരു പ്രത്യേക ഭംഗി. അപ്പൊ അതിനെ പഴത്തിനെ അവർ സംരക്ഷിക്കാണ് ആ പോള കൊണ്ടല്ലേ. ഈ വായ നല്ല വണ്ണം കിട്ടാം. ഒരു സ്പെഷ്യൽ കളറും ആണ് അല്ലേ? സാധാ വായ പോലെ സാധാരണ ഡാർക്ക് ഗ്രീൻ ആണ്. അപ്പൊ എന്തായാലും ഭയങ്കര ഔഷധമാണ്. ഇനിയും വണ്ണം വെക്കും. J33. ഓക്കെ. അപ്പോൾ അല്ല, എനിക്കൊരു സംശയം എന്താ അറിയോ? ഞാൻ ഇപ്പോൾ ഈ സൈറ്റിൽ കണ്ടത് കൂടുതലും ഈ അടിഭാഗത്ത് എന്തില്ല കമ്പൊക്കെ വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ മേലെ ഒരാളെ ഹൈറ്റിൽ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്താ മൂപ്പരെ താല്പര്യം? ഇത് ഇപ്പോൾ ഈ വെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഈ ഭാഗങ്ങളിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാനും ഇതിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ കിട്ടും. ഇതിന്റെ താഴെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ കൃഷികളൊക്കെ ചെയ്യാം. മറ്റിങ്ങനെ പടർന്ന് കിടക്കുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ സഞ്ചാരത്തിന് പിന്നെ ഇത് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വെട്ടിയതാണ്. ഇതിന്റെ മുകളിൽ ബോഡോ മിശ്രിതം ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. അന്ന് വെട്ടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യും. അതാണ് അവിടെ നമ്മൾ കണ്ടതില്ലേ, ഒരു കളർ അടിച്ചായിരുന്നു. ഓക്കെ. ഇത് ഈ ഒരു രൂപം കണ്ടത് എന്താ വാഴവർഗം തന്നെയാന്ന് തോന്നുന്നു. വാഴവർഗത്തിൽപ്പെട്ട ഒരു വാഴ. എന്തായാലും എനിക്ക് തോന്നുന്നത് വിട്ടുപോയി, പേര് മറന്നുപോയി. എന്തായാലും പാമ്പ് കൊത്തി വളർത്തിക്കുന്ന മാർക്കൊക്കെ ഒരു തോന്നൽ, ഒരു ഫീല് ഇതിങ്ങനെ കാണുമ്പോൾ തോന്നുന്നു. പക്ഷെ ഭയങ്കര ഭംഗിയാണ്. മയിൽ പീലി വിടർത്തിയൊക്കെ നിൽക്കണ മയിൽ പീലി വിടർത്തിക്കുന്ന. അതുപോലെ ഒരാൾ അവിടെ ഉണ്ട് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഔഷധ ഗുണം നല്ലത്, കാണാനുള്ള സൗന്ദര്യം തോന്നുന്നില്ലേ? ചില സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും എൻ്റെ പേര് മറന്നുപോയി. അറിയുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ മറന്നു പോകണ്ട. ഇത് വട്ടറാളല്ലേ? വട്ടറിന് തെയ്യാണിതല്ലേ? അതെ. ഇത് വലിയ മരമായി പോലെ നട്ടിലെ കഴിക്കണ സമയമല്ലേ? ഇത് മൽബറി, പാകിസ്ഥാൻ മൽബറി എന്ന് പറഞ്ഞ പാകിസ്ഥാൻ മൽബറി. ഇത് 2-3 ഐറ്റം ഉണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ള നല്ല ഒരു വയലറ്റ് കളറിൽ വരുന്നതാണ്. നല്ല കഴിക്കാൻ നല്ല മധുരം ഉണ്ടാവും. ഇതിൽ തന്നെ മഞ്ഞയുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മളെ നാട്ടുപ്രദേശത്തൊക്കെ കാണുന്ന ചെറിയ ഒരു ഐറ്റം ഉണ്ട് മൽബറി, അതും ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ മധുരവും ആളുകൾ ഇഷ്ടപ്പെടുന്നതും ഇതാണ് പാകിസ്ഥാൻ മൽബറി എന്നുള്ളത്.
അല്ല ഇത് കാഴ്ച അവിടെ ഉണ്ട്. കാഴ്ച അവിടെ ഉണ്ട്, നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം അതുപോലെ കാഴ്ചക്കണേ. ഇത് കുറേ വലുതാവും. ഇനി വലുതാവും. വലുതാവും, നല്ല കളർ. ഇത് വലിയ മരമാവും, നല്ല മധുരം. ഇത് കളർ എന്താ പറയുക, ചോപ്പാ? ചോപ്പും എത്ര ചോപ്പും ഉണ്ട്, ഇതിൽ മഞ്ഞയുണ്ട്. 2-3 ഐറ്റം കളറുകളുണ്ട്. ഓക്കെ, ഇതൊരു പ്രത്യേക ചേമ്പാണ്. നമ്മൾ ചീര ഉപയോഗിക്കണ മാതിരിയൊക്കെ ഉപയോഗിക്കുക. ചീര കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ ഇതുകൊണ്ടും ചെയ്യാം. അപ്പോൾ ഭയങ്കര രസമുണ്ട്. ആർക്കും അറിയില്ല, സാധാരണ കാണുന്ന ആളുകൾക്ക് ഇത് സാധാരണ മറ്റുള്ള ചേമ്പിന്റെ മാതിരി ഇതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പേര് ചീരച്ചേമ്പ്. ചീരച്ചേമ്പ് അതായത് നമ്മൾ നേരത്തെ കാണിച്ച ചേമ്പിന്റെ ഇല വെച്ചാൽ വിവരം. ഇത് മൊത്തം ഇതങ്ങനെയല്ല. ഇത് നല്ല ചേമ്പിന്റേതായ അല്ല ചീരന്റേതായ എല്ലാ ടേസ്റ്റുകളും ഉണ്ട്. ചീരച്ചേമ്പ് എന്നുള്ള പേരിലാണ് അറിയപ്പെടല്. ചീര ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ചേരുണ്ട് എന്തെല്ലാം ചെയ്യണം അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതെന്താ സംഭവം? ഇവിടെ എന്താ സ്പെഷ്യൽ ഉണ്ട് നിങ്ങൾ? ഇത് ചെസ്റ്റ്നട്ട് കണ്ടില്ലേ? ഇതാണിത്. ഇതിങ്ങനെ പൊട്ടിയിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് താഴത്ത് കൊണ്ട് വീഴും. അപ്പോൾ നമ്മൾ പെറുക്കിയെടുത്തിട്ട് ഉണക്കിയിട്ട് കഴിക്കാം. അതേമാതിരി വറുത്തിട്ട് കഴിക്കാം. ഈ നമ്മൾ മഴക്കാലത്തൊക്കെ അണ്ടിപ്പൊങ്ങ് മഴത്തൊക്കെ വീണിട്ട് മുളച്ചിട്ട് കഴിക്കൂലേ, അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും. ഇത് നഴ്സറികളിൽ വിൽക്കണതേ പിസ്ത എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിൽക്കല്. ഇത് യഥാർത്ഥത്തിൽ പിസ്റ്റ അല്ല, ഇതിന്റെ പേര് ചെസ്റ്റ്നട്ട് എന്നുള്ള. ചെസ്റ്റ്നട്ട് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇത് ശരിക്കും പൊട്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ പൊട്ടിക്കലല്ല, അത് മുകളിൽ നിന്ന് മൂത്ത അതിന്റെ സമയം വന്നാൽ പൊട്ടിയിട്ട് വീഴും. നമ്മൾ ഈ പൊട്ടക്കാള എന്ന സംഭവം. അതെ. അതിൻ്റെതായ രീതിയിൽ നമുക്ക് നിലത്തുനിന്ന് പെറുക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് പൊട്ടിച്ച് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കണ്ടില്ലേ ഇങ്ങനെ ആയിട്ട് കിട്ടും. ഇനി അതിന്റെ ഉള്ളിലാണ് അതിന്റെ ഉള്ളിൽ ഇതിന്റെ പുറന്തോല് കഴിച്ച് ഇത് പൊട്ടിച്ചാൽ അതിന്റെ ഉള്ളിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതാണ് അതിന്റെ തോട്. ഇത് പൊട്ടി വീണതായിരിക്കും അല്ലേ? അതെ. ഒന്നില് 20 കുരു 15 കുരു ഒക്കെ ആയിട്ടുണ്ടാവും. നല്ല രസമാണ് ഇത് കഴിക്കാൻ. നമ്മൾ തിന്നല്ലോ, നമ്മൾ കഴിച്ചല്ലോ. ഇതെന്താ സംഭവം? ഇത് കണ്ടില്ല നിങ്ങളൊരു ആനക്കരിമ്പ്. ഇതിന്റെ പേരെന്താ ശരിക്കും? കരിമ്പാണ്, കരിമ്പുവർഗത്തിൽ പെട്ടതാണ്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ആനക്കരിമ്പ് തന്നെ. ഇതിന് പ്രത്യേക പേരുണ്ടാവും. പ്രേക്ഷകരോട് തമാശ പറഞ്ഞാട്ടോ, മരക്കമ്പൊന്നല്ല, ഈ കരിമ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ. പക്ഷെ നല്ല വണ്ണുണ്ട്, സാധാരണ രീതിയിലുള്ളൊരു വണ്ണല്ല. അതിൻ്റെ അതൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ, പ്രേക്ഷകർ ഒന്ന് കാണട്ടെ. തീർച്ചയായിട്ടും. ഇത് രണ്ടാക്കി മുറിച്ചാൽ ഇത് മധുരം ഉണ്ടാവും. ഇത് മുറിച്ച് അതൊന്നും കണ്ടു തരി. ഇതൊന്നും കണ്ടു തരി. ഈ കരിമ്പടുത്. ഇത് ചെറുതല്ലേ? ചെറുതല്ല, ഇത് തന്നെ കുറച്ചും കൂടി സമയം. മൂപ്പ് കുറവ്. അതിപ്പോ ചെറിയ തെയ്യകളാണ്. മൂപ്പാകുമ്പോ ഇതേമാതിരി വണ്ണത്തിൽ വരും അല്ലേ? ഇത് പുത്തിരിച്ചുണ്ടാണ് ഇപ്പൊ ഇതിന്റെ മദർ പ്ലാന്റ്. പുത്തിരിച്ചുണ്ട. അതിന്റെ ബെഡ് ചെയ്തതാണ് തക്കാളി. അതന്നെ ഞാൻ കരുതി. തക്കാളി കാണുന്നുണ്ട്, പക്ഷെ അതിന്റെ തണ്ട് കാണൂല. എങ്ങനെ തക്കാളി വന്നു? ഇവിടുന്നാണ് ബെഡ് ചെയ്തല്ലേ? ഈ പുത്തിരിച്ചുണ്ടെന്ന് പറഞ്ഞ മരത്തമ്മ തക്കാളി കൊടുത്തിട്ട് ബെഡ് ചെയ്ത് പിടിപ്പിച്ചാണ്. ഇതൊക്കെ നമ്മളെ ഇതൊക്കെ നമ്മളെ മുസ്തഫാഖാന്റെ പ്രത്യേക സ്പെഷ്യൽ പരിപാടികളാണ്, ഒഴിവ് സമയത്തുള്ള വിനോദങ്ങൾ. മുസ്തഫാഖ സംഭവമാണ്. ഇത് മുളകല്ലേ? മഞ്ഞമുളക്, ഒരു പ്രത്യേക ഐറ്റം കളർ. അത് പഴുത്താലും മഞ്ഞ കളറാവും. ഇതിന്റെ ഭംഗി കണ്ടാ പൊട്ടിച്ചിട്ട് കറിയാക്കാൻ തോന്നുന്നു. മതി. ഈ ഒരെണ്ണം കൊടുത്താൽ മതി. അല്ല കാണിച്ചു കൊടുക്കാൻ. അപ്പൊ അതുപോലെ ഇതെന്താ കുഞ്ഞാക്ക? ഇത് സാധാരണ ചെറുനാരങ്ങ അല്ല, ബുഷ് ഓറഞ്ച് അല്ല. അല്ലല്ല, സാധാരണ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ചെറുനാരങ്ങ. ഇത് വേറെയാണ് കേട്ടോ. ഇതെന്താ സംഭവം? ഇത് പിന്നെ വെള്ളം കാക്കാൻ ഇതിനൊക്കെ നമ്മൾ അച്ചാറിടാനൊക്കെ ഉപയോഗിക്കണം. ആ നാരങ്ങ എന്താ ഒരു ബുഷ് ഓറഞ്ച്? അതല്ലല്ലോ ഇത്? അതല്ല. സാധാ വെള്ളം കലക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതെന്താ സംഭവം? മുന്തിരിപ്പേര. മാർക്കറ്റിൽ നഴ്സറികളിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് അല്ലേ? എല്ലാ കുട്ടികളൊക്കെ ഉള്ളടത്ത് രസമാണ്. സുറിനാം ചെറി. ചെറികൾ ഒരുപാടായിട്ടുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു ചെറി. ഇതിവിടെ കായ്ക്കലുണ്ടായിരുന്നു? കായ്ക്കും. റെഡ് കളറാവും. ഇപ്പൊ കായ്ച്ചതൊക്കെ കഴിഞ്ഞില്ലേ? ഇത് ബറാബട്ടോ. ബറാബേ? ഈ കാണുന്ന ഇതാണ് പെട്ടെന്ന് കഴിക്കും. കുട്ടികൾക്ക് നല്ല മധുരം ആയിട്ട് ഒരു പുളി മധുരം ഒക്കെ കൂടിയുള്ള അങ്ങനെ ഒരു സംഭവം, ഒരു പഴമാണ്. ഇതല്ല സാധനം നമ്മൾ നേരത്തെ കണ്ട. അപ്പൊ അതിന്റെ തൈകളെ ബോൺസായി ആക്കിയിട്ട് ബോൺസായിട്ട് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാം. അതാ വേറെ ഉണ്ട്. നിങ്ങൾ ചെയ്യുന്നതാണ്? ഇത് മൂപ്പര മുറ്റത്തിന്റെ അടുത്ത് കണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാ പൂവ്, ആ മഞ്ഞ പൂ ഇടുന്ന പിന്നെ മുസ്തഫാഖാന്റെ കറിവേത് പെട്ടത് തന്നെ. അതങ്ങനെ ഒരു കുടമായിരിക്കും അല്ലേ? സ്വന്തമായിട്ട് ഒരു 4-5 ചെയർ കിട്ടാൻ തായിരിക്കാം. ലേശം ഉയരം കൂടുതലാണ് അത്ര.
അവിടെ കാണിച്ചതുപോലെ ഒരു സംഭവം ഇവിടെ വീടുമ്പോൾ ഉണ്ട് നിങ്ങളെ. ഞാൻ ഇനി മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചോളി, അദ്ദേഹത്തിൻ്റെ മതിലാണത് കേട്ടോ. ഈ മതിൽ മൊത്തമായിട്ടും പച്ച പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഈ വേനൽക്കാലത്ത് പ്രശ്നം വരില്ലേ? മഴ ബാധിക്കും അല്ല? മഴ ഇല്ല, ക്ഷീണം പറ്റില്ല. എല്ലാ ക്ഷീണം ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നിർത്താൻ മതി. അപ്പോൾ എന്തായാലും ഒരു സ്പെഷ്യലായിട്ട് തോന്നുന്നു. ഇതിൻ്റെ കല്ലങ്ങനെ വലുതായി വരും. അല്ല ഞാക്ക, ഇതെന്താണ് മിൽക്കി ഫ്രൂട്ട്? മിൽക്ക് ഫ്രൂട്ട് ഇതിന്റെ ഒരു ഇലന്റെ പ്രത്യേകത ഉണ്ടോ? രണ്ട് ഭാഗത്ത് രണ്ട് കളർ. ഇതിന്റെ കായ എങ്ങനെ ഉണ്ടാവും? നല്ല പഴമാണ്, ടേസ്റ്റുള്ള പഴം. നല്ല ടേസ്റ്റുള്ള പഴം. ഇപ്പുറത്തെ വേറെ ഉണ്ടല്ലോ, ഇതെന്താ സംഭവം? ഇത് മട്ടോവ. ഇതും കഴിക്കുന്നതാണ് അവിടെ? കഴിക്കണമായിരുന്നു. അതാ കായ്കളതാ കണ്ടില്ല, അവിടെ ചെറിയ ചെറിയ കായകളുണ്ട്. എപ്പോഴും പൂക്കും കാര്യമായിട്ടുള്ള പരിചരണം ഉണ്ടല്ലോ. അതാ പൂവും കായൊക്കെ അല്ലോ. ഇത് കൂട്ടല്ലേ? പൂവുണ്ട്, കായുണ്ട്. കാര്യമായി പരിചരണം ഒന്നും ഇല്ലാതെ അങ്ങനെ ഉണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുകൾ ഭാഗത്തുണ്ടല്ലേ കാഴ്ചതൊക്കെ? ഇതിന്റെ പേരെന്താ? ലാങ്ഷെറ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, പിന്നെ അത് നല്ല തടിമലാണ് കഴിക്കല്. നല്ല രസം ഉണ്ടാവും. ഇത് തിന്നിട്ടുണ്ടാവും. തണ്ടുമ്മ കഴിക്കുന്നത് നമ്മളെ മരമുന്തിരി പോലെ. മരമുന്തിരി പോലെ അങ്ങനെ കൊലായിട്ട് മുന്തിരിക്കൊല പോലെ കാഴ്ച നിൽക്കണത്. തണ്ടുമ്മ കഴിച്ചു. ഒരു ബ്രൗൺ കളറിൽ വരണം. ഒരു പഴമാണ് അത്, കുഴപ്പമില്ലാത്തൊരു പഴമാണ്. ഒരു പ്രത്യേക താല്പര്യത്തിൽ നിന്ന് നോക്കിക്കാണ്ടില്ല. എന്താ സംഭവം? ഇത് അബിയു എന്ന് പറഞ്ഞ പഴമാണ്. അബിയു. ഇപ്പൊ നമ്മൾ ഈ വിദേശ പഴത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പഴം നമ്മൾ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അബിയു ആണ്. അത്ര നല്ല ടേസ്റ്റാണ്. ഒരു ഏകദേശം ഒരു ഇളനീരിന്റെ ടേസ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടും. കുറഞ്ഞൊരു തണുപ്പിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പഴമാണ്. കാണാനും തന്നെ നല്ല ബ്യൂട്ടിയാണ്. കാരണം നല്ല മഞ്ഞ കളറായിട്ട് വരുമ്പോൾ ഇത് ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. ഒരു 10-25 ഐറ്റം ഇപ്പൊ നമ്മളെ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. നല്ല പഴം. ഇത് വളർത്തേണ്ട, എല്ലാവരും കൊണ്ടുപോയി ഓരോന്ന് വെക്കേണ്ട ഒരു പഴം കൂടിയാണ്. ഒരു 4 വർഷം 5 വർഷം കൊണ്ട് കായ്ക്കും ചെയ്യും. അവിടെ ഇതെന്താ എയർ ലെയറിങ്ങിന് വേണ്ടി ചെയ്തല്ലേ? വേര് പിടിപ്പിക്കണേ. അപ്പൊ ഇത് സംഭവം ഈ അഭിയമ്മ വിജയിക്കുമോ? ഇത് അഭിയമ്മ വരല്ലേ? അതെ. അപ്പൊ അഭിയമ്മ ഇത് വിജയിക്കൂലേ? അങ്ങനെ വേർതിരിച്ച് വെച്ചാൽ നമ്മള്. പ്രിയമുള്ളവരെ, ഇതോടുകൂടെ വീഡിയോ ചുരുക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും, ഒരു വിരുന്നാകും എന്ന് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ നിങ്ങൾക്കിതൊരു വിരുന്നായിട്ട് മാറിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട പ്രതികരണം അറിയിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.